നമസ്കാരം, ജയ്ഹിന്ദ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ബീറ്റ് ബഫിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ ബീറ്റ് ബഫിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? എന്നുവെച്ചാൽ ഒരുപാട് പാട്ടുകാർ നമ്മൾ പൊതുവേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാട്ട് പാടി പരിചയമുള്ള ആൾക്കാരായിരിക്കും നമുക്ക് എല്ലാവർക്കും ഭയങ്കര ആരാധന. പക്ഷേ നമ്മുടെ ബീറ്റ് ബഫിൽ വിളിക്കുന്ന എല്ലാവരും നല്ല കിടലായിട്ട് പാട്ട് പാടുന്ന ആൾക്കാരാണ്. ഇന്നും അതുപോലുള്ള ഒരുപാട് പാട്ടുകാരെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ച് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ അലിച്ചേട്ടൻ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാട്ടാണ്, പക്ഷെ ഇന്ന് പാട്ടൊന്നും പാടിത്തരുന്നില്ലല്ലോ. ഇല്ല, ഇന്ന് പാടിത്തരുന്നില്ല. ഇത് എപ്പിസോഡൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പാടിത്തരാം. ആയിക്കോട്ടെ. അപ്പം നല്ലപോലെ പാട്ട് പാടുന്ന, ഞങ്ങളെപ്പോലെയല്ല ശരിക്കും നന്നായിട്ട് പാട്ട് പാടുന്ന ഒത്തിരി പേരെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലൂടെ പരിചയപ്പെടാം. അപ്പം തുടങ്ങിയാലോ? തുടങ്ങാം. അപ്പൊ ഹർഷ, നമുക്ക് എന്തായാലും ആദ്യത്തെ ഒരു കോളർ ഉണ്ട്, ആരാന്ന് നോക്കാം. ഹലോ. ഹലോ, ഇതാരാണ്? എന്റെ പേര് ബിനിത ബാബു. ബിനിത ബാബു എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ മലപ്പുറം. മലപ്പുറത്ത് നിന്നാണല്ലേ? ഇപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അവിടെ മലപ്പുറത്ത്? വിശേഷം എന്താ, ഇങ്ങനെ ലോക്ക്ഡൌൺ ആണ്. മലപ്പുറത്ത് ഹോട്ട്സ്പോട്ട് അല്ലേ അല്ലേ? അതെ അതെ. വീട്ടിൽ നിന്ന് പുറത്തൊന്നും ഇറങ്ങുന്നില്ലല്ലോ? ഇല്ലില്ല, അങ്ങോട്ട് പോണില്ല. ആണോ? എന്താ ചെയ്യുന്നത് ശരിക്കും? ഞാൻ ഇപ്പം ടെമ്പററി ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു ഒരു സ്കൂളില്, മ്യൂസിക് ടീച്ചറായിട്ട്. മ്യൂസിക് ടീച്ചറാണ്? അതെ. നല്ല പുള്ളിയാണ് വിളിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് എപ്പിസോഡിൽ ഒരുപാട് പാട്ടുകളൊക്കെ കേൾക്കാൻ പറ്റും അല്ലേ? അത് പറയുമ്പോ എന്തൊരു ചിരിയൊക്കെ. ഒന്നുമില്ല. അല്ല, നമുക്ക് എന്തായാലും ആദ്യം തന്നെ ഒരു പാട്ട് കേൾക്കാലോ അല്ലേ? അതെ, തുടക്കത്തിൽ തന്നെ പാട്ട് കേട്ടങ്ങ് പോവാൻ തോന്നും അല്ലേ? ആയിക്കോട്ടെ. എന്നാ പിന്നെ ഒരു പാട്ട് പാടിക്കോ. പാടാം. പാടട്ടെ? ഓ, പാടിക്കോളൂ. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഇനം പുത്തനാൾ മധു തേടിപ്പോയി നീലേ താഴെ തളിരാർന്നു പൂവനങ്ങൾ. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഇനം പുത്തനാൾ മധു തേടിപ്പോയി. നല്ലൊരു തുടക്കായിരുന്നു കേട്ടോ. നല്ല സൂപ്പർ ആയിട്ട് പാടി കേട്ടോ. നമ്മുടെ കോളേജിലൊക്കെ പഠിക്കുമ്പോഴേ, ഇപ്പൊ മ്യൂസിക് കോളേജിലായിരിക്കുമല്ലോ പഠിച്ചിട്ടുണ്ടാവുക. അതെ അതെ. അവിടെ ടോപ്പ് റാങ്ക് ഉള്ള ആളാണോ? എവിടെയായിരുന്നു പഠിച്ചത്? ഞാൻ കേരള കലാമണ്ഡലത്തില്. കലാമണ്ഡലത്തില്. ഓക്കെ ഓക്കെ ഓക്കെ. അല്ല, സാധാരണ കലാകാരന്മാർക്കൊക്കെ ചെറിയൊരു എളിമയൊക്കെ കാണുമല്ലോ, അങ്ങനെയാണല്ലോ അല്ലേ? അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് പോവാലോ അല്ലേ? ഗെയിം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിവിടെ ഒരു സോങ് നമ്മളിവിടെ പ്ലേ ചെയ്യും. അത് അനുപല്ലവി ആയിരിക്കും നമ്മളിവിടെ പ്ലേ ചെയ്യുന്നത്. അതിന്റെ പല്ലവിയാണ് നമുക്ക് പാടിത്തരേണ്ടത്. എനിക്ക് തോന്നുന്നത് ഈസി ആയിരിക്കും തോന്നണത്. തീർച്ചയായിട്ടും ഇതുപോലെ ഒരു സിംഗർ മലയാളമാണ്. മലയാളമാണ്. അപ്പൊ നമുക്ക് കേൾക്കാം അല്ലേ? പാട്ട് കേൾക്കാം. ഓക്കെ, റെഡി. പാട്ട് വരട്ടെ. കേട്ടോ? കേട്ടോ. മനസ്സിലായോ? മനസ്സിലായതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ആണല്ലേ? ഉത്തരങ്ങ് പറഞ്ഞാ മതി എന്നും പറഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷെ നമ്മൾ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു പാട്ട് ഇട്ടതുകൊണ്ട് നമ്മൾ അത് ക്വസ്റ്റ്യൻ അങ്ങ് മാറ്റുവാണ് അല്ലേ? മാറ്റിയാലോ? ക്വസ്റ്റ്യൻ അങ്ങ് മാറ്റിയാലോ? എന്നാലും പറയാൻ പറ്റും അല്ലേ? മാറ്റണ്ട. അത്യാവശ്യ സംഭവങ്ങളൊക്കെ പഠിച്ചു വെച്ചേക്കാണ് കാര്യം. അങ്ങനെയല്ല, കുറച്ചൊക്കെ സിനിമയൊക്കെ പറയാം അല്ലേ? അല്ല, ഇത് പാടിയിരിക്കുന്ന സെലിബ്രിറ്റി ആരാണ്? ഇത് പാടിയിരിക്കുന്നത് ഒരു സെലിബ്രിറ്റി ആണ്. അത് ആരാണ്? ഫീമെയിൽ അല്ലേ? അപർണ ബാലമുരളി. അപ്പൊ പാടിക്കോ അല്ലേ? പാടിക്കോ, വെറുതെ ഞങ്ങൾ ഇങ്ങനെ സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ. അല്ലാണ്ട് അറിയില്ല, കുറച്ചേ അറിയുള്ളൂ. ഓ, കുറച്ച് മതി ഞങ്ങക്ക്. പാടിക്കോ പാടിക്കോ. മഴ പാടും കുളിരായി
വന്നതാരോ ഇവളോ തിന്നലായി തള്ളലായി ഇനി ആരോ ഇവളോ അറിയാതൊരോമൻ തീനി തിരയുന്നു തമ്മിൽ നാം കാണാതിരുന്ന നേരമാകി തന്നിലായി ഞാൻ മഴപ്പാട് കുളിരായി വന്നതാരോ ഇവളോ തിന്നലായി തള്ളലായി ഇനി ആരോ ഇവളോ. അടിപൊളിയായി പാടുകയും ചെയ്തു, സമ്മാനം വാങ്ങിച്ചുകൊണ്ടുപോയി. എന്താ സമ്മാനം എന്നറിയോ? ഇല്ല, 1 GB നെറ്റ് പാക്ക് ആണ് സമ്മാനം. ഇപ്പൊ എന്തായാലും ഇപ്പൊ എന്താ അതൊരു സന്തോഷമില്ലായ്മ, കാരണം ഇപ്പൊ എന്തായാലും ലോക്ക്ഡൌൺ ഒക്കെ ആയിട്ട് വീട്ടിലിരിക്കുവല്ലേ. അപ്പൊ പിന്നെ അതാണ്, അപ്പൊ നിങ്ങൾ വീട്ടിലോട്ട് ഇനി റീചാർജ് ചെയ്യാൻ വേണ്ടിട്ട് വെളിയിലോട്ട് ഇറങ്ങണ്ട അല്ലേ? നമ്മൾ തന്നെ അങ്ങോട്ട് ചെയ്തു തരുവാണ്. അപ്പൊ നല്ല കിടലായിട്ടുള്ള ഒരു പാട്ടാണ്. ജിസ്റ്റോയുടെ സംവിധാനത്തിൽ വന്ന സൺഡേ ഹോളിഡേയ്സ് എന്ന് പറഞ്ഞ മൂവിയിലെ പാട്ടായിരുന്നു കേട്ടത്. അപർണ ബാലമുരളിയും അതുപോലെ തന്നെ അരവിന്ദ് വേണുഗോപാലാണ് ഈ പാട്ട് പാടിയത് അല്ലേ? നല്ല കിടലായിട്ടുള്ള പാട്ടാണ്. അപ്പൊ നമ്മളെ പാട്ട് മാത്രമല്ല, നമ്മൾ പാട്ട് പാടിത്തന്ന ആളും നല്ല കിടലായിട്ട് പാട്ട് പാടി. നമ്മുടെ ഫസ്റ്റ് കോളർ തന്നെ നല്ലൊരു കോളർ ആയിരുന്നു. അതെ, അടിപൊളിയായിരുന്നു. അപ്പൊ ഇനി അടുത്ത കോളർ വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഹലോ ഹലോ ഹലോ, ഇതാരാ സംസാരിക്കുന്നത്? എന്റെ പേര് സാബു എന്നാണ്, കോട്ടയം ജില്ലയിൽ നിന്ന് വിളിക്കുന്നു. സാബു, അതെ. ഓക്കെ. ചേട്ടൻ എന്ത് ചെയ്യുന്നു? ഞാന് മ്യൂസിക് അധ്യാപകനും പിന്നെ സ്റ്റേജ് പരിപാടിക്കൊക്കെ പാടുന്ന ആളാണ്. അടിപൊളി. നമ്മള് പ്രതീക്ഷിച്ച ആളെ തന്നെയാണ് വന്നിരിക്കുന്നത്. ചേട്ടാ അവിടെ തന്നെയാണോ പഠിപ്പിക്കുന്നത്? എവിടെയാണ്? കോട്ടയത്ത് തന്നെയാണോ പഠിക്കുന്നത്? ഞാൻ കോട്ടയത്ത് അരവിന്ദ സ്കൂളുണ്ട്. ഇപ്പൊ ഞാൻ ഇപ്പൊ പഠിപ്പിച്ചു കഴിഞ്ഞ സ്കൂൾ ഇതായിരുന്നു, നമ്മുടെ ഗിരിദീപം, കോട്ടയം. ഹിന്ദി പാട്ടൊക്കെ കേൾക്കാറുണ്ടോ? ഹിന്ദി പാട്ട് റഫി സാറിന്റെ ഒക്കെ പാടാറുണ്ട്, ഗുസ്വത് സാറിന്റെ ഒക്കെ പാടാറുണ്ട്. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും അറിയാൻ പാട്ടായിരിക്കും. പക്ഷെ നമ്മള് ഈ നമ്മുടെ ഗെയിമിലേക്ക് കേറുന്നതിന് മുമ്പേ എന്തായാലും ഒരു പാട്ടുകാരനാണ്, ഒരു അധ്യാപകനാണ് നമ്മുടെ കയ്യിൽ കിട്ടിയേക്കുന്ന ഒരു പാട്ട് എന്തായാലും പാടണ്ടേ? ഓ, പാടാം. ഓക്കെ, ശരി. പ്രളയതയോധി ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ, പ്രകൃതിയുമീശ്വരനും ഞാനും നിന്റെ പ്രതിരൂപങ്ങളല്ലേ. പ്രളയതയോധിയിൽ ഉറങ്ങിയുണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ. എന്താണ് പറയണ്ടേ ചേട്ടാന്ന് അറിയില്ല കേട്ടോ. അത്ര നന്നായിരുന്നു പാട്ട്. കുറച്ചു നേരത്തേക്ക് നമ്മൾ എവിടെയൊക്കെയോ പോയി പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. ചേട്ടാ, പിന്നെ ഈ ലോക്ക്ഡൌൺ ഒക്കെ ആയിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ അവിടെ? അതെ, ലോക്ക്ഡൌൺ ആയിട്ട് ഇപ്പൊ ഞാനിങ്ങനെ വീട്ടിലിരിപ്പാണ്. എനിക്ക് 2 മക്കളാണ്. മോടെ കല്യാണം നവംബർ 27 തീയതി കഴിഞ്ഞായിരുന്നു. വൈഫ് ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. മോൻ കോട്ടയത്ത് പോപ്പുലർ ഓട്ടോമൊബൈൽസിൽ ജോലിയുണ്ട്. ഓക്കെ ചേട്ടാ, അപ്പോഴേ നമുക്ക് എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് നമുക്ക് പോവാമല്ലോ അല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് ചേട്ടന് നമ്മളൊരു അനുപല്ലവിയാണ് നമ്മളിവിടെ പ്ലേ ചെയ്ത് തരുന്നത്. ചേട്ടൻ അതിന്റെ പല്ലവിയാണ് പാടേണ്ടത്. പഴയ പാട്ടാണ്, നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. ചേട്ടനെ പോലുള്ളവർക്ക് എന്തായാലും അത് അറിയാൻ പറ്റും. നമുക്ക് കേൾക്കാം, പാട്ട് കേൾക്കാം. ഓക്കെ, പാട്ട് വരട്ടെ. आगे हो घनघोर अंधेरा, पीछे कोई डाकू लुटेरा, ऊपर भी जाना हो मुश्किल, नीचे भी आना हो मुश्किल. കേട്ടോ? ഈ പാട്ട് അറിയാമോ ചേട്ടനെ? सोचो को भी ऐसा हो तो क्या हो, सोचो को भी ऐसा हो तो क्या हो, हम तुम एक कमरे में बंद हो और कभी खो जाए. അതാണ്. അപ്പൊ എന്തായാലും ചേട്ടന് നമ്മുടെ ഗെയിമിൽ പങ്കെടുത്ത് സമ്മാനം കിട്ടിയിട്ടുണ്ട്. സമ്മാനം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 GB നെറ്റ് പാക്ക് ആണ് സമ്മാനമായിട്ട് കിട്ടുക. 1 GB നെറ്റ് പാക്ക്. ഓക്കെ, അത് ചേട്ടന്റെ മൊബൈലില് നമ്മൾ റീചാർജ് ചെയ്തായിരിക്കും. റീചാർജ് ചെയ്യും. നമ്മൾ ചെയ്തു തരും.
അപ്പോൾ വൈക്കത്ത് നിന്ന് സാബു ചേട്ടനാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. സാബു ചേട്ടൻ നല്ല കിട്ടലായിട്ട് 1-2 പാട്ടൊക്കെ നമുക്ക് പാടി തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സമ്മാനവും പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്ക് സമ്മാനം കിട്ടിയ ആ പാട്ട് ഋഷി കപൂർ ആദ്യമായിട്ട് നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ള ബോബി എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടായിരുന്നു അത്. അപ്പോൾ പാട്ട് കേട്ടല്ലോ. കാപ്പാൻ എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടല്ല ഇത്. ഇത് ആദവൻ എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ്. ഇതിനകത്ത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സൂര്യയുണ്ട്, നയൻതാരയുണ്ട്, മുരളി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ അടിച്ചു പൊളിച്ച് അഭിനയിച്ച ഒരു സിനിമയിലെ പാട്ടായിരുന്നു. നല്ല കിടിലൻ പാട്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നല്ലേ? അപ്പൊ നമുക്ക് അടുത്തൊരു കോളർ വന്നിട്ടുണ്ടോ? റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഹലോ ഹലോ, ഇതാരാണ്? അരുണാണ്. അരുൺ എവിടുന്നാ വിളിക്കുന്നത്? പൂജപ്പുര, തിരുവനന്തപുരം. തിരുവനന്തപുരം പൂജപ്പുര. അതെ. സെൻട്രൽ ജയിലിന്റെ അടുത്തായിട്ടാണ് വീട് വരിക? എന്താ ഒരു ചിരിയൊക്കെ അത് കേട്ടപ്പോ? ഇല്ല, ഏറ്റവും കൂടുതൽ എന്താണ് ആൾക്കാർക്ക് ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ കിടക്കുന്ന സ്ഥലമല്ലേ. ഓ അതെ. അരുൺകുമാർ എന്താ ചെയ്യണ അരുൺ? ഞാനൊരു പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യുക. ആണല്ലേ. ഇപ്പൊ ലോക്ക്ഡൌൺ ആയിട്ട് ഇപ്പൊ ജോലിക്ക് പോകണോ അല്ല വർക്ക് അറ്റ് ഹോം ആണോ? വീട്ടിൽ തന്നെയാണല്ലേ. അതെ. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് അമ്മയുണ്ട്, അച്ഛനുണ്ട്, വൈഫ്, കുട്ടി. വൈഫ് എന്ത് ചെയ്യുന്നു? വൈഫ് ഹൗസ് വൈഫ് തന്നെയാണ്. മോൻ 1 വയസ്സാവുന്നേ ഉള്ളൂ. ഓ, മോനാണല്ലേ? അതെ അതെ. മോന്റെ പേരെന്താണ്? അൻവിത്ത്. അൻവിത്ത്. അപ്പൊ അൻവിത്തിന് നമ്മളൊരു ഹായ് പറഞ്ഞേക്കാം. ഓക്കെ. പിന്നെ വേറെന്താണ്? പാട്ടൊക്കെ പാടുന്ന ആളാണോ? ചെറുതായിട്ടൊക്കെ ആണോ? ചെറുതായിട്ടൊക്കെ മൂളും കേട്ടോ. ചെറുതായിട്ട് പാടുന്നവരാണ് നമുക്ക് ആവശ്യം. അപ്പൊ ആദ്യം തന്നെ ആ മൂളലൊന്നും നമുക്ക് കേൾക്കാം അല്ലേ? അപ്പം ഇനി വരാൻ പോകുന്നത് അരുണിന്റെ മൂളലാണ്. പാടിക്കോ. തങ്കമനസ് അമ്മ മനസ് മുറ്റത്തെ തുളസി പോലെ ഈ തിരുമുന്നിൽ വന്നു നിന്നാൽ ഞാൻ അമ്പാടി പൈക്കിടാവ്. പോരെ? അടിപൊളിയായിട്ട് പാടിയല്ലോ അല്ലേ? കേട്ടോ. ഇതാണോ മൂളല്? ഞങ്ങള് മൂളി എങ്ങനെയൊന്നല്ല കേട്ടോ. നന്നായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു അരുൺ. അപ്പൊ നമുക്ക് വൈകിക്കാണ്ട് നമ്മളെ ഗെയിമിലോട്ട് കടന്നാലോ? പോവാ. അപ്പൊ അരുണ് നമ്മളൊരു അനുപല്ലവി കേൾപ്പിച്ചു തരും. അതിന്റെ പല്ലവിയാണ് അരുണ് നമുക്ക് പാടിത്തരേണ്ടത്. ഇതുപോലെ ഇപ്പൊ മൂളിയതുപോലെ മൂളി തന്നാ മതി. ഇത്ര മൂളിലേ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. അപ്പോ കേക്കാം. कैसी है ये दूरी, कैसी मजबूरी, मैंने नजरों से तुझे छू लिया, ओ हो कभी तेरी खुशबू कभी तेरी. കേട്ടോ? കേട്ടായിരുന്നു. പാട്ട് മനസ്സിലായോ? ഇത് ഷാറുഖ് ഖാന്റെ പടമാണ്. എനിക്ക് തോന്നുന്നു റബ്ബിനെ ബനാദി ജോഡിയാണെന്ന് തോന്നുന്നു. യൂട്യൂബിൽ നോക്കുവാണോ? പാട്ടാണെന്ന് തോന്നുന്നു. പാട്ടിന്റെ ലിറിക്സ് അതല്ല, ടോൺ അതായിരുന്നു. അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അങ്ങനെയല്ല. പകുതി സമ്മാനം കൊടുക്കേണ്ടി വരുമോ? പകുതിയായിട്ട് നമ്മൾ ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ല. ഇനിയിപ്പോ അങ്ങനെ ഒരു ഓപ്ഷൻ വെക്കേണ്ടി വരുമോ എന്തോ. ഈ പാട്ടിന് സമ്മാനം എനിക്ക് തോന്നുന്നു അരുണ് വിധിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് എന്തായാലും ആൻസർ കേൾക്കാം. ഓക്കെ. तू ही तो जन्नत मेरी, तू ही मेरा जुनू, तू ही तो मन्नत मेरी, तू ही रूह का सुकून. കിട്ടിയോ? അതെ അതെ അതെ. ഇത് തന്നെയാ. ഷോന്ന് പെട്ടെന്നൊരു ശബ്ദം കേട്ടല്ലോ. അതെന്തു പറ്റി? എല്ലാരും തലക്കടിച്ചു. സാരമില്ല. ഇത് എക്സാം ഒക്കെ കഴിഞ്ഞിട്ടേ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഇതായിരുന്നല്ലോ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലേ. നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ലിറിക്സ് ലൈൻസ് സ്റ്റാർട്ടിങ് പോലും പറഞ്ഞു കൊടുത്തല്ലേ. അക്ഷരം വരെ പറഞ്ഞു തന്നു. അപ്പൊ എന്തായാലും അരുൺ ഈ നമ്മളിപ്പം അരുണിന്റെ അടുത്ത് ചോദിച്ച ക്വസ്റ്റ്യനിലുള്ള പാട്ട് നമ്മൾ പ്ലേ ചെയ്യാൻ പോവാണ്. ഈ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യാനുണ്ടോ? പാട്ട് എന്റെ വൈഫിനും കുട്ടിക്കും പിന്നെ അച്ഛനും അമ്മയ്ക്കും പിന്നെ കൊറോണ കാലമായോണ്ട് എല്ലാ വീട്ടിലിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കും റിലേറ്റീവ്സിനും എല്ലാവർക്കും വേണ്ടി, പ്രത്യേകിച്ച് നിങ്ങൾക്കും വേണ്ടി. ഓ താങ്ക് യു.
ഓക്കെ. അപ്പൊ എന്തായാലും വിളിച്ചതിന് ഒരുപാട് നന്ദി കേട്ടോ. ഓക്കെ, ബൈ ബൈ. അപ്പോൾ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് തിരുവനന്തപുരത്തുള്ള പൂജപ്പുരയിൽ നിന്ന് അരുണാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അരുണിന് സമ്മാനം കിട്ടിയിട്ടില്ല, പക്ഷേ അരുണിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പാട്ടാണ് ഇനി വരാൻ പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ റബ്ബിനെ ബനാദെ ജോഡി എന്ന് പറഞ്ഞ സിനിമയിൽ ഷാറൂഖ് ഖാനും അതുപോലെ അനുഷ്ക ശർമ്മയൊക്കെ മത്സരിച്ച് അഭിനയിച്ച ഒരു പാട്ടാണിത്. നമ്മുടെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കാൻ തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ ഇന്ന് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നല്ലൊരു മ്യൂസിക് ടീച്ചർ നല്ലൊരു പാട്ട് പാടിത്തത് അതിൻ്റെ ഒരു തുടക്കത്തിലായിരുന്നു. അതിനുശേഷം ഇങ്ങോട്ടുള്ള എല്ലാ കോളേഴ്സും നല്ല കോളേഴ്സ് ഒക്കെ ആയിരുന്നു. കോളേഴ്സ് ആയിരുന്നു, എന്താണെന്നറിയില്ല. എന്തായാലും അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ ബീറ്റ് പഫിലെ ഓൾമോസ്റ്റ് എല്ലാ കോളേഴ്സും നല്ല കിടലായിരുന്നു. ഇന്ന് കുറച്ചും കൂടെ എന്താ പറയാ പാട്ടിന്റെ ഒരു കുത്തൊഴുക്ക് തന്നെ സംഭവിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും നല്ല അടിപൊളി കോളേഴ്സ് ആയിരുന്നു നമുക്ക്. അപ്പൊ എന്തായാലും നമ്മൾ അടുത്ത ആഴ്ച വരുമ്പം ഇതിനേക്കാളും നല്ല പാട്ട് പാടുന്നവര്, ഇതിനേക്കാളും നല്ല പോലെ ആക്റ്റീവായിട്ടുള്ളവര്, ഇതിനേക്കാളും നന്നായിട്ട് സംസാരിക്കുന്ന ആൾക്കാരൊക്കെ ആയിട്ടാണ് അടുത്ത ആഴ്ച വരാൻ പോകുന്നത് അല്ലേ? അപ്പോ അടുത്ത ആഴ്ച വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.